മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള രണ്ടാം ഘട്ട എ ലിസ്റ്റിന്റെ അന്തിമ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും പരാതികൾ നിലനിൽക്കുകയാണ്. 6 പേരെ കൂടി ഉൾപ്പെടുത്തി ലിസ്റ്റ് പരിഷ്കരിച്ചിട്ടും പലരും പുറത്താണ്. സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡമാണ് പലർക്കും വിനയാകുന്നത്. അർഹരായവരെ സർക്കാർ പരിഗണിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ ഉറപ്പിലാണ് ദുരന്തബാധിതരുടെ പ്രതീക്ഷ. ടൗൺഷിപ്പിന്റെ രണ്ടാം ഘട്ട എ ലിസ്റ്റിലെ അന്തിമ പട്ടികയിൽ 87 കുടുംബങ്ങളാണ് ഗുണഭോക്താക്കൾ. കരട് ലിസ്റ്റിൽ 6 കുടുംബങ്ങളെ കൂടി ചേർത്താണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. വാസയോഗ്യമല്ലാത്ത നോഗോ സോൺ ഇടങ്ങളിൽ വീടുള്ളവരാണ് എ ലിസ്റ്റിൽ. അതേസമയം ദുരന്ത നിവാരണ മാനദണ്ഡപ്രകാരം പല കുടുംബങ്ങളും ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. ഉരുൾ തട്ടിയെടുത്ത പുഞ്ചിരിമട്ടത്തെ മഠത്തിൽ രാമസ്വാമിയുടെ 3 പെൺമക്കളിൽ ഒരാൾ പോലും ഗുണഭോക്തൃ ലിസ്റ്റിൽ വന്നിട്ടില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ നടത്തുന്ന എല്ലാ സമരത്തിലും ഇവരെ പോലെ അർഹരായ പലരും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലല്ലേ സാറേ, അപ്പോൾ അത് മക്കൾക്ക് അവകാശമുള്ളതല്ലേ. ഞങ്ങളെ കെട്ടിച്ച് വിട്ടുകൊണ്ട് ഇപ്പോൾ അതിനൊരു അവകാശം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതലല്ലേ അത്. നിശ്ചയിച്ച മാനദണ്ഡ പരിധിയിൽ അർഹരായവർ ഒഴിവാക്കപ്പെട്ടെങ്കിൽ പരാതി കൊടുക്കാൻ അവസരമുണ്ടെന്നും അത് സർക്കാർ പരിഗണിക്കുമെന്നും റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ പറഞ്ഞിരുന്നു. 3 ലിസ്റ്റുകളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് വന്നവരുടെ എല്ലാം അഭ്യർത്ഥനയും അപേക്ഷയും നമ്മൾ കേട്ടിരുന്നു. നമുക്ക് ഫസ്റ്റ് അപ്പീൽ ലഭ്യമായിട്ടുള്ള കേസുകളിൽ ഇനി 2 എണ്ണത്തിൻ്റെ 2A-യുടെയും 2B-യുടെയും അപേക്ഷകൾ ലഭ്യമാണ്. അത് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകണം. അതിനെ തുടർന്നും ആളുകൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുവായ റെക്കമെൻഡേഷനോടുകൂടി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സെക്കൻഡ് അപ്പീലായി അയക്കണം. സെക്കൻഡ് അപ്പീൽ സംസ്ഥാന സർക്കാർ പരിശോധിക്കും. ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. വാസയോഗ്യമല്ലാത്ത പ്രദേശത്തെ 50 മീറ്ററിനുള്ളിൽ വാസയോഗ്യമായ ഗോസോൺ ഇടങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളാണ് ബി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 70 ഗുണഭോക്തൃ കുടുംബങ്ങളുള്ള കരട് ബി പട്ടികയിലെ പരാതികൾ പരിഹരിച്ചാൽ ബി ലിസ്റ്റും ഉടൻ അന്തിമമാകും. രണ്ടാം ഘട്ട എ ലിസ്റ്റിലെ 169 പരാതികളിൽ 25 കുടുംബങ്ങളെ ബി ലിസ്റ്റിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.